സമകാലിക ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 19-ാം തീയതി വ്യാഴാഴ്ച ദിവസം. അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 6 കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത്. ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് BPL കാർഡുകളായ മഞ്ഞ, പിങ്ക് കാർഡുള്ള ആളുകൾ, ഇവർക്കുള്ള KYC ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഇതുവരെ KYC ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് 2024 ഡിസംബർ മാസം 31-ന് മുൻപ് ചെയ്യണം. സംസ്ഥാനത്ത് 90% വരുന്ന ആളുകൾ KYC നടപടി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് മഞ്ഞ, പിങ്ക് കാർഡുടമകൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ KYC നടക്കുന്നത്. APL വിഭാഗത്തിലെ വെള്ള, നീല കാർഡുടമകൾ KYC ചെയ്യേണ്ട ആവശ്യമില്ല. ഇവർ റേഷൻ വാങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക് KYC ചെയ്തു വരുന്നുണ്ട് എന്നും സംസ്ഥാന സർക്കാർ അറിയിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ APL വിഭാഗക്കാർക്ക് കൂടി KYC നടപടികൾ ഉണ്ടാകും. അത്തരം വാർത്തകൾ വരുന്ന സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. നേരിട്ട് റേഷൻ കടകളിലെത്തി KYC നടപടി പൂർത്തിയാക്കാൻ സാധിക്കാതെ, പ്രത്യേകിച്ച് പുറത്ത് പഠിക്കുന്ന അതല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു മൊബൈൽ ആപ്പിലൂടെ KYC നടപടി പൂർത്തിയാക്കാനുള്ള സൗകര്യം കൂടി ഭക്ഷ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് അർബുദത്തെ ചെറുക്കുന്ന RNA വാക്സിൻ വികസിപ്പിച്ചതായി അവകാശപ്പെട്ട് റഷ്യ. ദേശീയ വാർത്താ ഏജൻസിയായ ടാസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. 2025 ആദ്യ വാരത്തോടു കൂടി തന്നെ ഇത് ജനങ്ങളിൽ സൗജന്യമായി വിതരണം ചെയ്യുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. വാക്സിൻ ട്യൂമർ വളർച്ച തടയുന്നതിന്റെ കൂടെ തന്നെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് ക്യാൻസർ സെല്ലുകൾ പടരുന്നത് ഇല്ലാതെയാക്കുന്നു എന്നും റഷ്യ അവകാശപ്പെടുന്നുണ്ട്. മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് ഗ്യാസ് കണക്ഷനുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഗ്യാസ് കണക്ഷനുള്ള ആളുകൾ KYC ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ ഇതിന് അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും രാജ്യത്ത് പല ഘട്ടങ്ങളിലായി അറിയിപ്പ് നൽകുകയും 50%-ലധികം വരുന്ന ആളുകൾ ഇപ്പോൾ KYC നടപടി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെയോ അതല്ലെങ്കിൽ നേരിട്ട് ഗ്യാസ് ഏജൻസികളിലെത്തി തന്നെ നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യാത്ത ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപക്ഷെ പെട്ടെന്നൊരു അവസാന തീയതി പ്രഖ്യാപിക്കുകയും പിന്നീട് ഗ്യാസ് ബുക്കിംഗ് അടക്കം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. KYC നിർബന്ധമാണ്. ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറുകൾ അനർഹമായി വാങ്ങി മറ്റു മേഖലകളിലേക്ക് ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും KYC നടപടി പൂർത്തിയാക്കുന്നത്. നാലാമതായി ഇന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു PSC വാർത്തയാണ്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. കേരള PSC കാറ്റഗറി നമ്പർ 432/2024 വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് അവസരമുള്ളത്. മത്സര പരീക്ഷകളിൽ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ടാണ് നിയമനം. ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് 60% മാർക്കിൽ കുറയാതെ BCom ബിരുദമുണ്ടായിരിക്കണമെന്നാണ് പ്രധാനമായ യോഗ്യത. 18-നും 36-നും ഇടയിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. അഞ്ചാമതായി സംസ്ഥാനത്ത് സാമൂഹ്യസുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സംസ്ഥാനത്ത് സാമൂഹ്യസുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിനും മറ്റു ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി 2024 ഡിസംബർ മാസത്തിൽ സർക്കാർ കടമെടുക്കുന്നത് 1250 കോടി രൂപയാണ്. ഇതിന്റെ വിതരണം ഡിസംബർ മാസത്തിൽ 60 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യസുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പ്രതീക്ഷിക്കുന്നത് 3200 രൂപയാണ്. അതായത് മുടങ്ങിക്കിടക്കുന്ന ഒരു ഗഡുവും അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്യേണ്ട ഒരു ഗഡു കൂടി കൂടുമ്പോൾ 1600 രൂപ ആദ്യവും പിന്നീട് 1600 രൂപയും ഒരുമിച്ച് വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ വരുമ്പോൾ ഡിസംബർ മാസത്തിൽ 3200 രൂപയുടെ ആനുകൂല്യമാണ് സംസ്ഥാനത്ത് സാമൂഹ്യസുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുന്നത്. സാമൂഹ്യസുരക്ഷാ പെൻഷനെ കുറിച്ച് പറയുമ്പോൾ പുതുതായി അപേക്ഷ കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. 60 വയസ്സ് പൂർത്തിയായ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. അപേക്ഷ കൊടുത്താൽ പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ നിങ്ങളുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാലാവസ്ഥാ അറിയിപ്പാണ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 24 മണിക്കൂറിൽ വടക്കൻ തമിഴ്നാട്, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.